ഇവനെ ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ആപ്സ് ടെറസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ മെയിനായിട്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ കുറച്ച് ഷൂട്ടിങ് എങ്ങനെയാണ് ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത്, ഷോർട്സൊക്കെ എങ്ങനെ എടുക്കുന്നതെന്നൊക്കെയുള്ള ചെറിയ ക്ലിപ്സും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പണ്ടാണെങ്കിൽ നല്ല രീതിയിൽ കോഫി ആണെങ്കിലും ടീ ഒക്കെ കുടിക്കുന്ന ഒരു ടൈപ്പായിരുന്നു കേട്ടോ. രാവിലെയും കുടിക്കും, വൈകിട്ട് കുടിക്കും, ഇനി ഇടയ്ക്ക് എപ്പോഴെങ്കിലും കിട്ടിയാൽ അപ്പോഴും കുടിക്കും, അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ അങ്ങനെ കുടിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നേരം കുടിച്ചാൽ മതിയെന്ന് മനസ്സിലായതിന് ശേഷം ഞാൻ അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. ഒരു നേരമേ കുടിക്കാറുള്ളൂ. ഇപ്പം അങ്ങനെ കുടിച്ച് എനിക്കിപ്പോൾ ഒരു നേരം മതിയെന്നായിട്ടുണ്ട്. വൈകുന്നേരം കുടിക്കും എന്തെങ്കിലും ഗ്രീൻ ടീയോ, അല്ലെങ്കിൽ മെയിനായിട്ട് വൈകുന്നേരം കുടിക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ, എന്തെങ്കിലും സ്നാക്സ് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കുടിക്കും. അപ്പം ഈയിടെയായിട്ട് സ്നാക്സൊക്കെ നല്ലോണം ഒഴിവാക്കേണ്ട, അതും അങ്ങനെ അധികം ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളെല്ലാം നന്നായിട്ട് പൂവൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. ജമന്തിയിൽ ഇപ്പോൾ ചെറിയ മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിഡയിൽ ഇപ്പോൾ കത്തുന്ന വെയിലാണ്, ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് തന്നെ നല്ല പൂവൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ നന്നായിട്ട് വരുന്നൊരു സമയമാണ്. അതുപോലെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ചില ചെടികൾ പെട്ടെന്ന് വാടിപ്പോവും, വെള്ളമില്ലാതെ വേഗം വാടിപ്പോകുന്ന ഒരു സമയം കൂടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഫ്ലോറിഡ ആണെങ്കിലും എൻ്റെ സ്ഥലത്തൊന്നും ബീച്ചില്ല കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ നിന്ന് കുറേ മാറിയാണ്. നമുക്ക് പോകണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും ഡ്രൈവ് ഉണ്ട് ഇവിടെ നിന്ന്. അപ്പം അവിടെ പോവുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു വൈകുന്നേരം സമയത്ത് പോവുക, കാരണം ഇവിടെ 8 മണി വരെയും നല്ല വെയിലായിരിക്കും. അതായത് വെട്ടമുണ്ട്, സൺലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു 5 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ഈ വെയിലൊക്കെ താന്ന് സ്വസ്ഥമായിട്ട് അങ്ങനെയൊക്കെ പോകാൻ നല്ല അടിപൊളി ടൈമാട്ടോ ഇപ്പോൾ. അപ്പം അതുപോലെ ഞാൻ ഇന്നാണെങ്കിലുണ്ടല്ലോ നല്ലൊരു ചിക്കൻ സ്റ്റൂ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ കയ്യിലൊരു ബ്രസ്റ്റ് പീസ് ഉണ്ടായിരുന്നു ചിക്കൻ്റെ, അത് ഞാൻ വാങ്ങിയിട്ട് കുറേ ദിവസമായി കേട്ടോ. ഇനി അതെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് മിക്കവാറും മോശമാകുമെന്ന് വിചാരിച്ച് ഞാൻ എന്നാൽ സ്റ്റൂ ആക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ ചിക്കനും ഉണ്ട്, എന്നാൽ വെജിറ്റബിളും ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പം ഞാൻ പൊതുവെ തേങ്ങ ഒക്കെ ഒത്തിരി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് നേരത്തെ ഞാൻ തേങ്ങ ഇങ്ങനെ ഉപയോഗിക്കുമായിരുന്നു, അതൊക്കെ ഇപ്പോൾ കുറച്ചു. അപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്റ്റൂ ആയിരിക്കും. കൂടുതൽ വെജിറ്റബിൾ കഴിക്കാൻ വേണ്ടി ഒരു സ്റ്റൂ, അതുകൊണ്ട് തേങ്ങ ഇടുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ആണെങ്കിൽ സവാളയും അതുപോലെ തന്നെ കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അളവ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ചിലവർക്കുണ്ടല്ലോ ഈ ക്യാരറ്റിന് ഒരു മധുരം ഇഷ്ടമല്ല സ്റ്റൂവിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ വേണേൽ ക്യാരറ്റ് ഒഴിവാക്കുക. ക്യാരറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റൂടെ ചേർത്താൽ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ടങ്ങ് വേവിക്കുക കേട്ടോ. ഇതിനെല്ലാത്തിനും ഏകദേശം ഒരേ വേവാണ്. ഇവിടുത്തെ ചിക്കന് പൊതുവെ വേവ് വളരെ കുറവാണ് കേട്ടോ. നാട്ടിലെ ഒരു 2 വിസിൽ തന്നെ അത് നന്നായിട്ട് വെന്തോളും. അതുകൊണ്ട് തന്നെ അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ അതെല്ലാം ഒരുമിച്ചിട്ടിട്ട് ഉപ്പും ഇട്ട് നെഗിക്ക വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കുക കേട്ടോ. 2 വിസിൽ 2 3 വിസിലിട്ടാൽ മതി കേട്ടോ. പിന്നെ അതിനകത്ത് കുറച്ച് സ്പൈസസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പട്ട, ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഏലക്ക, ഇത്രയും മാത്രം. പിന്നെ ബേ ലീഫ്, ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ. അതുകൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാൻ വെക്കുവാണ്. ചിക്കൻ സ്റ്റൂ ആണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ പൊതുവെ ചെയ്യാറുള്ളൊരു കാര്യം, ഗോതമ്പ് മാത്രമല്ല അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ റാഗി ആഡ് ചെയ്യും, ചിലപ്പോൾ മോക്കാണെങ്കിൽ ചിലപ്പോൾ ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തത് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ബീട്രൂട്ട് ആഡ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് റാഗി പൗഡർ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കുറച്ചൊരു എന്താ പറയുക, 1 കപ്പിന് 1/4 കപ്പ് അളവിന് റാഗി പൗഡറോട് ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് എള്ളുണ്ടല്ലോ, വെളുത്തുള്ള, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പം നല്ല ഈ റാഗി ആഡ് ചെയ്തുകൊണ്ടാണോ എന്നറിയത്തില്ല, നല്ല രീതിയിൽ സ്മൂത്തായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു എന്താ പറയുന്നത് ചപ്പാത്തി. അപ്പം ഞാൻ ചെറുതായിട്ട് ഇത് സ്മൂത്ത് ആകാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ. അപ്പം ഞാൻ എണ്ണയ്ക്ക് വരും കുറച്ച് ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഇല്ല നിങ്ങൾക്ക് എണ്ണയാണ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കി
നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക കേട്ടോ. ആദ്യമേ എല്ലാ വെള്ളം ഒഴിച്ച് കുളമാകരുത്. അപ്പം ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് അതങ്ങ് വെച്ചു കേട്ടോ. എന്നിട്ട് കല്ലി എന്നിട്ട് എന്നിട്ട് വാ കല്ലി പിന്നെ അന്നേവിടെ ഗൾഫിന് ഓടി എന്നെ ശല്യപ്പെട്ടില്ല രണ്ടും കൂടെ. അല്ലേച്ചാ അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒടുവിൽ അവൾ എണ്ണീറ്റു. പിന്നെ അപ്പ തന്നെ പല്ലൊക്കെ തേപ്പിച്ചു. കാരണം ഞാനുമായിട്ട് വഴക്കായതുകൊണ്ട് അപ്പ തേപ്പിച്ചാൽ മതി എന്നുള്ളതായി. ഇപ്പം അങ്ങനെ കേട്ടോ, ഞാൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അപ്പാടെ അടുത്ത് പോകും, അപ്പ എന്തെങ്കിലും വഴക്കെടുത്ത് പറഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് വരും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സ്വഭാവം. അരപ്പിനകത്ത് ഞാൻ പെരിഞ്ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ. തേങ്ങയും പെരിഞ്ജീരകം അരച്ചത് കൂടെ ചേർത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അരപ്പ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുപോയി. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ നമ്മുടെ മസാലപ്പൊടിയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി അരപ്പ് നല്ലതായിട്ട് അരഞ്ഞതോടെ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്നതിൽ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് താളിച്ചൂട് നമ്മുടെ കടുക് താളിച്ചെണ്ണ ചേർത്താൽ റെഡിയാകും കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തീർത്തിട്ട് വീട്ടിൽ വിളിച്ചൊക്കെ കഴിഞ്ഞിട്ട് എനിക്കിന്നൊരു ലഞ്ച് സീന് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, ഒരു ഷോർട്സ്. അപ്പം അങ്ങനെയുള്ള ദിവസം കുറച്ച് ബിസി ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ പണിയും ചെയ്യണം, വീഡിയോയും ഷൂട്ട് ചെയ്യണം. ലഞ്ച് സീനൊക്കെ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ലഞ്ച് ചെയ്യുക വേണം, ഷൂട്ടും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പാടാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല. കാരണം നമ്മൾ ഓൾറെഡി നമ്മളത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, അപ്പോൾ പ്രശ്നമില്ല. പക്ഷേ ഇതുപോലെ ലഞ്ച് സീനൊക്കെ വരുമ്പോൾ നമ്മൾ അപ്പം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പാടാണ്. ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ദൈവം ഓടി വന്ന് അതിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഞാനിങ്ങനെ ചെയ്യുന്നു, ഇത് ഷൂട്ട് ചെയ്യും ഇങ്ങനെയൊക്കെ പറയാം കേട്ടോ. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് എന്നോട് പിണക്കമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്ക് ഓടി പോവാണ് ആള്. ഇനിയൊരു ടിപ്പ് പറഞ്ഞു തരാം കേട്ടോ. നല്ല മല്ലിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് അതിനകത്ത് കണ്ടെയ്നർ എടുത്ത് അതിലൊരു ടിഷ്യൂ ഇട്ടിട്ട് ഈ ഒരു മല്ലിയില താഴത്തെ ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ആ കണ്ടെയ്നറിലിട്ട് മുകളിലും ഇതുപോലെ ടിഷ്യൂ ഇട്ട് നന്നായിട്ട് അടച്ചു വെച്ചാൽ ഒരുപാട് നാളതിരിക്കും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടിരിക്കുകയും ചെയ്യും, ഒരു കുഴപ്പവും പറ്റത്തില്ല കേട്ടോ. ചപ്പാത്തി വേണോ ചോറ് വേണോ എന്ന് ചോദിച്ചാൽ മിക്ക ആൾക്കാരും ചിലവരൊക്കെ പറയും ചപ്പാത്തി മതി, എനിക്ക് വണ്ണം വെക്കും അതുകൊണ്ട് എനിക്ക് ചപ്പാത്തി മതിയെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ചോറായാലും ചപ്പാത്തി ആയാലും എഫക്റ്റൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ. അളവിൽ കൂടുതൽ കഴിച്ചാൽ എല്ലാം ഒരുപോലെ തന്നെയാണ് വരത്തുള്ളൂ. അതുകൊണ്ട് 2 ചപ്പാത്തി കൂടുതൽ കഴിക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഒരു വെയിറ്റ് ലോസ് ജേർണിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു മെയ് 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് കേട്ടോ, ഒരു 10 കിലോഗ്രാം വെയിറ്റ് ലോസ് ജേർണിയെ. സാധാരണ എന്താണെന്ന് വെച്ചാൽ മെയ് എൻ്റെ ബർത്ത് മന്താണ്, അപ്പം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ലഞ്ച് സീൻ ഒരു ഷോർട്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ കാണിക്കാം കേട്ടോ. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ട്രൈപോഡ് വെച്ചിട്ടാണ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. ഇതുപോലെ മാറ്റി മാറ്റി ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓരോ ഷോട്ടും എന്താ പറയുന്നത് പല പല ആംഗിളിൽ ഒക്കെ എടുക്കുക കേട്ടോ. ചിലപ്പം നമ്മൾ ഫേസ് കാണിച്ചെടുക്കും, ചിലപ്പം നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിട്ട് എടുക്കും. അങ്ങനെ ഞാൻ ഓരോന്നും ഓരോ സൈഡിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്.
എനിക്ക് 2 ട്രൈപോഡ് ഉണ്ട് കേട്ടോ. ഇപ്പം സ്ലാബിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു ട്രൈപോഡിൽ വെച്ചെടുത്താൽ നമ്മൾ ഒത്തിരി സൂം ചെയ്ത് എടുക്കേണ്ട വരുമായിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ട്രൈപോഡും ഉണ്ട്, പിന്നെ ഈ ഒരു വലിയ ട്രൈപോഡും ഉണ്ട് കേട്ടോ. ഇനി ട്രൈപോഡൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇത് ചെയ്തു തുടങ്ങിയ സമയത്ത് ഞാൻ കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടായിരുന്നു എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഹസ്ബൻഡ് ഇതുപോലെ ഈ ഒരു ട്രൈപോഡൊക്കെ എനിക്ക് വാങ്ങി തന്നത്. അപ്പോൾ ഒന്നെങ്കിൽ കയ്യിൽ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിക്കകത്തോട്ട് നമ്മളൊരു തവി ഇട്ട് ആ തവിയിൽ നമ്മുടെ ഈ ഫോൺ കെട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഞാൻ കൂടുതലും കയ്യിൽ വെച്ചിട്ടായിരുന്നു തുടക്കത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മാറ്റി ഈ ഒരു ട്രൈപോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നല്ല കൺവീനിയൻ്റ് ആണ്. എനിക്ക് അതാ കൂടുതൽ ഇഷ്ടം, വേറൊരാൾ എടുത്തു തരുന്നതിനെക്കാട്ടിലും. ഇപ്പം ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എനിക്ക് എടുത്തു, പക്ഷെ അതിൻ്റെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ കേട്ടോ. പിന്നെ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ അത് പറ്റത്തില്ലല്ലോ. ഇപ്പോൾ പുറത്തൊക്കെ പോകുന്ന ഒരു വീഡിയോസൊക്കെ ആണെങ്കിൽ ഹസ്ബൻഡ് തന്നെ എടുത്തുതരും കേട്ടോ. സാധാരണ ഞാൻ വീഡിയോ എടുക്കാൻ ദേവും അങ്ങനെ വലിയ വഴക്കൊന്നുമില്ല, അവളങ്ങനെ കുറച്ച് ഇരുന്നോളൂ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഷൂട്ട് ചെയ്യാനിരുന്നപ്പോൾ തൊട്ട് എന്താ പറയുന്നത്, അവൾ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. എന്താണെന്നറിയത്തില്ല, ചില ദിവസം അവൾക്ക് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ അടുക്കളയിലും വരത്തില്ല, അവിടെ ഇരുന്ന് ഇങ്ങനെ എന്താ പറയുന്നത് ഇരുന്നോളും. ഇതുപോലെയാണ് ഞാൻ ഷൂട്ടൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ ആംഗിൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ എടുക്കും. ഇനിയിപ്പോൾ റീൽസ് ആണെങ്കിൽ ഇതുപോലെ ഈ ലാൻഡ്സ്കേപ്പിലാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോസും, പോർട്രേറ്റിലാണെങ്കിൽ നമ്മുടെ റീൽസും ഷൂട്ട് ചെയ്യും കേട്ടോ. ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഷോർട്സ് എന്ന് പറയുന്നത് ഒരു ലഞ്ച് സീനാണ്. എൻ്റെ ഒരു ദിവസത്തെ ലഞ്ചിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് പച്ചമാങ്ങയും അതുപോലെ തന്നെ നമ്മുടെ മത്തിയും കൂടെ വെച്ചിട്ട് ഒരു കറി, അതാണ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ പല ആംഗിളിലും നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ചിലപ്പോൾ നമ്മൾ മത്തി കഴുകുന്നത് നമ്മുടെ ഫേസ് കാണിച്ചിട്ടുള്ളൊരു ഷോട്ട് എടുക്കണം, അത് കഴിഞ്ഞിട്ട് പിന്നെ മത്തിയിൽ സൂം ചെയ്തിട്ടൊരു ഷോട്ട് എടുക്കണം, ചട്ടി വെക്കുന്ന ഒരു ഷോട്ട്, ഇനി ഇൻഗ്രീഡിയൻസ് ഓരോന്ന് എടുക്കുന്ന ഒരു ഷോട്ട്. അപ്പം അങ്ങനെ ഓരോന്നിലും ഷോർട്സ് മാറി വരുമ്പോൾ എല്ലാവർക്കും കാണാനും കുറച്ചുകൂടി ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഒരേ ഇതിൽ ആംഗിൾ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു രസം കാണത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി മറിച്ചുമൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. കൂടുതലും അങ്ങനെ ആയിരിക്കും, കുറേ ഷോർട്സ് എടുക്കേണ്ടി വരും. പിന്നെ അതെല്ലാം കൂടെ നമ്മൾ എഡിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോർട്സ് ഇതെല്ലാം ഈ വീഡിയോ എല്ലാം എടുത്തെല്ലാം കഴിയുമ്പോൾ ചിലപ്പം ഇപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ 1 മണിക്കൂർ, ചിലപ്പോൾ 1.5 മണിക്കൂറൊക്കെ കാണും. അതൊക്കെ അത് കട്ട് ചെയ്ത് ഒക്കെ ആയിരിക്കും 10-20 മിനിറ്റ് എടുക്കും. അതിന് കുറേ സമയം എടുക്കും. വോയിസ് ഓവർ ആണെങ്കിൽ അതിന് കുറേ സമയം എടുക്കും. സത്യം പറഞ്ഞാൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം തന്നെ ഞാൻ പഠിച്ചത് ഇങ്ങനെ ഈ ഒരു കണ്ടൻറ് ക്രിയേഷനിൽ വന്നതിന് ശേഷം കേട്ടോ. അതിന് മുന്നേ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഞാൻ വിചാരിച്ചത് എനിക്കൊന്നും ഇത് പറ്റത്തില്ലെന്നായിരുന്നു. ഇതൊക്കെ നല്ല എന്താ പറഞ്ഞാൽ പഠിച്ച ആൾക്കാർക്ക് പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കും. ഇപ്പോഴും എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല, ചെറിയ രീതിയിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ സമയം ഞാൻ അങ്ങനെയാണ് ചിലവഴിക്കുന്നത്. എഡിറ്റിങ്ങും ഇത് ചെയ്തുമൊക്കെ അങ്ങനെ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നൊരു വീക്ക് ഡേ ആയിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി മോളുടെ പാല്, അതുപോലെ കുറച്ച് ഫ്രൂട്ട്സ്, മുട്ട, അങ്ങനത്തെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് വെള്ളം നമ്മളിവിടെ ക്യാൻഡ് വെള്ളമാണ് കുടിക്കുന്നത്. ഫിൽറ്ററും ഉണ്ട്, പക്ഷേ മോളുള്ളതുകൊണ്ട് ഞങ്ങൾ ക്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. വേറെ എന്തെങ്കിലും അലർജിക്കൊന്നും ആകണ്ടെന്നൊക്കെ വിചാരിച്ച്. പക്ഷേ ഫിൽറ്ററും ഉണ്ട്, കൂടുതൽ ആൾക്കാർ ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ മാത്രം ഇതുപോലെ ക്യാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്യാനെല്ലാം തീർന്നുകൊണ്ട് വർക്കിൻ്റെ ഇടയ്ക്ക് ഹസ്ബൻഡിന് വീക്ക് ഡേയിൽ ഈ ഒരു ദിവസം എന്താ പറയുന്നത് വെളിയിലൊന്ന് പോകേണ്ട വന്നു. അപ്പോൾ പോയിട്ട് ആളും ഇതുപോലെ പാലും മുട്ടയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പം സാധാരണ ഇവിടെ മാങ്ങ അങ്ങനെ കിട്ടാറേ ഇല്ല കേട്ടോ, വളരെ അപൂർവമാണ്. മാങ്ങ കിട്ടാറില്ലെന്നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ മാങ്ങയൊന്നും കിട്ടാറില്ല കേട്ടോ. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് നല്ല
മാങ്ങ കിട്ടി അവിടെ നിന്ന്. അപ്പോൾ അതുകൂടെ വാങ്ങിയിട്ടാണ് വന്നത്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും, പക്ഷെ നല്ലത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിക്കാത്തതാണ്. ഇതൊരു സാലഡ് ബോളാണ്. ഇതിനകത്ത് എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചിക്കൻ ഉണ്ട്, ചീസ് ഉണ്ട്, പിന്നെ നമ്മുടെ ലെറ്റൂസ് ഇല്ലേ ഇല അതുണ്ട്, പിന്നെ അതിന് വേണ്ട ഡിപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോണുണ്ട്, പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ നമ്മൾ എന്താ പറയുന്നത് ക്രഞ്ചി ആയിട്ടുള്ള സാധനമുണ്ട്. അതിൻ്റെ പേര് ഞാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഇതൊരു സെറ്റാണ്, 4 എണ്ണമുള്ള ഒരു സെറ്റാണ്. ഇപ്പം ഞങ്ങൾ ചിലപ്പോൾ രാത്രിയിലൊക്കെ ലൈറ്റായിട്ട് ഡിന്നറൊക്കെ കഴിക്കണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് 300 കാലറിയോ 400 കാലറിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമുക്ക് ഭയങ്കര ഫില്ലിങ്ങും ആയിരിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ പോകുമ്പോൾ ഇടയ്ക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ചെല്ലാം കഴിഞ്ഞ് ദേവു ഉറങ്ങിയായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അവളെ വിളിച്ച് എണ്ണിപ്പിച്ചിട്ട് ആ മാങ്ങ കാണിക്കാനാണ്. അപ്പോൾ അവൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ നല്ലതില്ലാഞ്ഞുകൊണ്ട് വാങ്ങിക്കാതെ ഇങ്ങനെ വിട്ടേക്കുമായിരുന്നേ. അപ്പോൾ അവളുടെ എക്സൈറ്റ്മെൻറ്റ് കാണാം കേട്ടോ. ദേവുവിൻ്റെ ഫേവറേറ്റ് ആയ സാധനമാണ്. എന്തത്? തുറന്നേ റെഡി ഹാപ്പി ആയോ? ഹാപ്പി ആയോ? എന്ത് നമ്മൾ വിചാരിച്ച അത്രയും അവൾ എക്സൈറ്റഡ് ആയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം ഉറക്കപ്പിച്ചില്ലായിരുന്നു ആള്. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു മാങ്ങ മുറിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ സാധനങ്ങളായിട്ട് എടുത്തു വെക്കാനായിട്ട് അവളും കൂടുമായിരുന്നു കേട്ടോ. ഇത് വണ്ടിക്കാരാണ്. ഞങ്ങൾ കഴിഞ്ഞ തവണ ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ കുറച്ച് സ്നാക്സ് ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഫ്രോസൺ ആണ് സംഭവം. അതായത് നമ്മളത് കൊണ്ടുവന്ന് ഓവനിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് ചൂടാക്കിയാൽ മതി, അപ്പം തന്നെ അത് ഇതായിക്കോളും. അങ്ങനെ കുറച്ച് ഐറ്റംസ്, അപ്പം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് ചൂടാക്കി. ഒന്ന് ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു ബീഫ് പപ്സ് ആണ്. അതൊരെണ്ണം, സോറി ബീഫല്ല, മട്ടൺ പപ്സ്. അപ്പോൾ പപ്സ് ഇവിടെ വന്നിട്ട് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ. ഈ മട്ടൺ പപ്സ് കൂടാതെ ആണെങ്കിൽ ഇലയപ്പം ഉണ്ടല്ലോ, ശർക്കര വെച്ചുള്ളതും ചക്ക വെച്ചുള്ള ഇലയപ്പവും ഉണ്ണിയപ്പവും വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ഇലയപ്പവും ഉണ്ണിയപ്പവും ഒക്കെ അത്യാവശ്യം നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ മട്ടൺ പപ്സ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. നല്ല ഇതിങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിനകത്തുനിന്ന് എണ്ണയെല്ലാം വലിഞ്ഞ് ഒരുമാതിരി വല്ലാതിരിക്കുകയായിരുന്നു, നമുക്ക് കഴിക്കാനേ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇലയപ്പം പിന്നെ അതുപോലെ എന്തായിരുന്നു ഉണ്ണിയപ്പം ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വെളിയിൽ കുഞ്ഞിനെയും കൊണ്ട് നടക്കാനും ജസ്റ്റ് പോയി കേട്ടോ. അവിടെ ഒരു ഇതുപോലെ ഫുട്ബോൾ ചെറിയൊരു കോർട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് അവളോട് ഒന്ന് കഴിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. ഈ ഒരു വ്ളോഗ് ഭയങ്കര ചെറിയൊരു വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാമേ. താങ്ക് യു.